വൈവിധ്യമാർന്ന ഈ രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ലോക രാജ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് ലോക രാജ്യങ്ങൾ ഭാരതത്തിന്റെ ശക്തിയിൽ അഭിമാനം കൊള്ളുകയാണ്. ഇന്ന് ലോക രാജ്യങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് കാതോർക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് അമേരിക്ക നികുതി വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ന് ചൈന ആദ്യം ആവശ്യപ്പെട്ടത് ഇന്ത്യയോടാണ്, സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ചൈന ഇന്ത്യയോടാണ്. ഇവിടുത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നികുതി വർദ്ധിപ്പിച്ചതിന് നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. 9ാം ദിവസം നികുതി മരവിപ്പിച്ചു അമേരിക്ക. ലോക സമ്പദ്ഘടന തകരുമെന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ട്രംപ് ഇതിന് മാറ്റം വരുത്തണമെന്ന്. എന്താണ് രാജ്യത്തിന്റെ ശക്തി? ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യം മാറിയിരിക്കുകയാണ്. ഇനി 3ാമത്തെ സാമ്പത്തിക ശക്തിയായി 2030 ഇന്ത്യയുടെ സമ്പദ്ഘടന മാറും. ഇന്ന് രൂപയുടെ മൂല്യം വർദ്ധിക്കുന്നു. ഇതൊക്കെ ആഗോളതലത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇന്ന് ഇസ്രായേലും പാലസ്തീനും നടക്കുന്ന യുദ്ധം, പാലസ്തീനും ഇസ്രായേലും ആദ്യം ആവശ്യപ്പെട്ടത് ഇന്ത്യയോടാണ്, സഹായിക്കണം, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് റഷ്യയോട് അമേരിക്കയോടല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാ. റഷ്യ ഉക്രൈൻ യുദ്ധത്തില് ഉക്രൈന്റെ പ്രസിഡന്റ് വിളിച്ചത്, സെലൻസ്കി വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണം. ആ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ഒരുമിച്ചാണ് പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഞങ്ങൾ സഹായത്തിന് നന്ദി എന്ന് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്താ ഇന്ത്യയുടെ ശക്തി? ഇതാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ശക്തമുള്ള ഒരു രാജ്യമായി രാജ്യത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ന്യൂനപക്ഷങ്ങളുടെ രക്ഷകർ എന്നുള്ള കാര്യത്തില് ഈ വഖഫ് വന്നപ്പോൾ, വഖഫാണല്ലോ പ്രധാന വിഷയം. അപ്പൊ അതിൽ ശക്തമായി നമ്മൾ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ 2013 ഭേദഗതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 2013 പാർലമെന്റ് പാസാക്കിയ, UPA ഗവൺമെന്റ് പാസാക്കിയ നിയമത്തെ ഭേദഗതി ചെയ്തിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു വഖഫ് എന്താണ്. വഖഫ് എന്ന് പറഞ്ഞാല് അത് ദാനമായി നൽകുന്ന ഭൂമിയാണ് ദൈവത്തിന് വേണ്ടി. അവിടെ എന്ത് ചെയ്യണമെന്ന് വഖഫ് നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ആർക്കറിയാം? വഖഫ് നിയമത്തിൽ പറയുന്നതനുസരിച്ച് ആ ഭൂമി നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിനാണ്? സ്കൂളുകൾ നടത്താൻ, ആശുപത്രികൾ നടത്താൻ, ആതുരാലയങ്ങൾ നടത്താൻ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഭൂമി ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ കഴിഞ്ഞ കാലം അത്രയും ഈ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഈ ഭൂമി എന്താണെന്നോ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണ്ടേ. ഇത് മുസ്ലിങ്ങളുടെ വിഷയമല്ല, ഇത് ഹിന്ദുക്കളുടെ മാത്രം വിഷയമല്ല, ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം വിഷയമല്ല, ഇത് ഈ കേരളത്തിലല്ല, ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളുടെയും വിഷയമാണ് വഖഫ് ഭൂമി എന്ന് പറയുന്ന ഈ വിഷയം, വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഈ സംവിധാനം. കാരണം അന്തിമ വിധി അവരാണ് തീരുമാനിക്കുന്നത്. ജനാധിപത്യ രാജ്യത്ത് അന്തിമ വിധി തീരുമാനിക്കുന്നത് വഖഫാണ്, വഖഫ് ബോർഡാണ്. അങ്ങനെ തീരുമാനിക്കാൻ സാധിക്കുമോ? അങ്ങനെ വഖഫ് തീരുമാനിക്കുന്നത് അനുസരിച്ച് രാജ്യത്തിന്റെ ഭൂമികൾ ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുമോ? ഒരു ദിവസം ഒരു വഖഫ് കോടതി വന്ന് പറയുകയാണ് ഈ ഭൂമി വഖഫിന്റേതാണെന്ന് പറഞ്ഞാൽ അത് വഖഫ് ചെയ്തു. പിന്നെ അതിനെ കോടതി ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം ഈ രാജ്യത്ത് ആവശ്യമുള്ളതാണോ? അതിനെയാണ് ഭേദഗതി ചെയ്തത്. അല്ലാതെ ഈ രാജ്യത്തെ മുസ്ലിം, ഇത് പണ്ട് ക്രിസ്ത്യാനികൾക്കെതിരാണ് BJP എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരാണ്. അത് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായപ്പോൾ, ഇനി അത് രക്ഷയില്ലാതെ മനസ്സിലായപ്പോഴാണ് ഇപ്പൊ അടുത്ത മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. വഖഫ് നിയമത്തില് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരല്ല. ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം, അവർക്ക് ആ ഭൂമിയുടെ പ്രയോജനം ഉണ്ടാകണം, അതിന്റെ വരുമാനം ഉണ്ടാകണം. ആ ഭൂമിയുടെ അധികാരം ഇനി ജില്ലാ കളക്ടർമാർക്കാണ്. അവിടെയാണ് വഖഫ് ഭേദഗതി നിയമം വന്നിരിക്കുന്നത്. അത് റവന്യൂ ഭൂമിയാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അതിന്റെ അധികാരം ജില്ലാ കളക്ടർക്കാണ്. അതിന് വഖഫ് എന്ന് പറഞ്ഞാൽ നേരെ വഖഫാക്കുമല്ലോ, അതിന് കോടതിയിൽ പോകാനുള്ള അനുമതിയുണ്ട്. 40ാം ഭേദഗതി പറയുന്നതനുസരിച്ച് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ പിന്നെ എങ്ങും പോകാൻ മാർഗമില്ല, അത് വഖഫ് ഭൂമിയായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് വഖഫ് നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയം. ആ നിയമം എടുത്തു മാറ്റിയിരിക്കുന്നു. അതോടുകൂടി വഖഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റില്ല. മുൻപത്തെ വിഷയവും അതുതന്നെയാണ്. വഖഫ് ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് 600 കുടുംബങ്ങളെ എത്ര നാളുകളായി പറ്റിക്കുകയാണ്. എന്നിട്ട് ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേരളത്തിലെ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു, യാതൊരു വിലയുമില്ലാത്തൊരു കമ്മീഷൻ. അതിനെ കോടതിയിൽ പോയി അത് നിരാകരിച്ചു, വീണ്ടും അപ്പീൽ കൊടുത്തു, വീണ്ടും അത് കൊണ്ടുവന്നു. വഖഫ് നിയമം രാജ്യത്ത് പാസ്സായതിനു ശേഷം ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ച് എന്ത് ചെയ്യാനാണ് ഇവര്? ഒന്നും ചെയ്യാനില്ല. കാരണം രാജ്യം അംഗീകരിച്ച, പാർലമെന്റ് പാസ്സാക്കിയ ഒരു രാജ്യസഭ ലോകസഭയും പാസ്സാക്കിയ ഒരു നിയമം രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞു. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി ആ നിയമം പ്രാബല്യത്തിൽ വന്നു. അങ്ങനെ ഒരു നിയമത്തെ പിന്നെ കമ്മീഷനെ വെച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ ഭൂമി അവരുടേതാക്കി കൊടുത്ത് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി കൊടുത്ത് അവർക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള അനുമതി കൊടുക്കേണ്ട ഒരു ഔദ്യോഗിക ചുമതല അത് ജില്ലാ കളക്ടറുടെ കയ്യിൽ നിക്ഷിപ്തമായിരിക്കെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പോലെ ഒരാളെ വെച്ച് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രീണന രാഷ്ട്രീയമാണ് മുനമ്പത്ത് നമ്മൾ കണ്ടത്. ഇതാണ് മുനമ്പത്തിൽ ഉണ്ടായിരിക്കുന്നത്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ആ നിയമം ഇങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മതമേലധ്യക്ഷന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ വഖഫ് പ്രശ്നം പരിഹരിക്കണം. 150 ദിവസം കഴിഞ്ഞിരിക്കുന്നു അതിന്റെ സമരം. അപ്പോൾ കേരളത്തിലെ മതപുരോഹിതന്മാരും അവരുടെ മതമേലധ്യക്ഷന്മാരും എല്ലാം പറഞ്ഞു, ഈ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണം, അതിന് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കണമെന്ന് പല പ്രാവശ്യം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ? വഖഫ് നിയമം അവിടെ നിലനിൽക്കുക. അതിന്റെ ഡെമോക്രസിന്റെ വാള് പോലെ ആ 600 കുടുംബങ്ങളുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അതൊരു സുപ്രഭാതത്തിൽ പിണറായി വിജയൻ പറയാ ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞാൽ വഖഫ് ഭൂമി അല്ലാതാകില്ല. അതിന് ശക്തമായ അടിസ്ഥാനപരമായ നിയമം ഉണ്ടാകണം. അങ്ങനെ നിയമം ഉണ്ടാകണമെങ്കിൽ ഒരു ജസ്റ്റിസ് രാമചന്ദ്രൻ വെച്ചാൽ ആ വഖഫ് ഭൂമി അവർക്ക് ലഭ്യമാകില്ല. അങ്ങനെ ലഭ്യമാകണമെങ്കിൽ അതിന് ശക്തമായ നിയമം രാജ്യത്ത് ആവശ്യമാണ്. ആ നിയമമാണ് വഖഫ് നിയമമായിട്ട്, വഖഫ് ഭേദഗതിയായിട്ട് പാർലമെന്റിൽ പാസാക്കി അത് നിയമമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അവിടെയാണ് BJP എന്താണ് ചെയ്യുന്നത്? BJP എന്ത് ചെയ്യുന്നു? ഇവിടെ സൂചിപ്പിച്ചില്ലേ, ജസ്റ്റിസ് ടു ഓൾ, അപ്പീസ്മെന്റ് ഓഫ് നൺ. എല്ലാവർക്കും നീതി, ആരോടുമില്ല പ്രീണനം. അതാണ് BJPയുടെ നയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധി നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ അത് ഈരാറ്റുപേട്ടക്കാർക്ക് മാത്രം ലഭിക്കാതിരുന്നില്ല, അത് മലപ്പുറംകാർക്ക് ലഭിക്കാതിരുന്നില്ല, അത് കോഴിക്കോടുകാർക്ക് ലഭിക്കാതിരുന്നില്ല. ഈ കേരളത്തിലെ എല്ലാ കർഷകർക്കും ആരൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ലഭ്യമാക്കി. അതിൽ മുഹമ്മദ് എന്നോ നാരായണൻ എന്നോ ജോസഫ് എന്നോ തോമസ് എന്നോ നോക്കിയല്ല നരേന്ദ്രമോദി അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിവർഷം 6000 രൂപ അവരുടെ കൈകളിലേക്ക് എത്തുന്നത് അവൻ ന്യൂനപക്ഷക്കാരനാണോ അവൻ ഭൂരിപക്ഷക്കാരനാണോ നോക്കിയല്ല. ഓരോ പഞ്ചായത്തിലുമുള്ള ആളുകൾ അവിടുത്തെ പഞ്ചായത്ത് കൃഷിഭവനിലും അവിടുത്തെ മറ്റ് ഇതര സ്ഥാപനങ്ങളിലും പോയി നേരിട്ട് ആ അപേക്ഷകൾ കൊടുത്തപ്പോൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ എത്തുന്നു. ഇത് പിണറായിയുടെ വഴിവഴിയല്ല വരുന്നത്, VD സതീശന്റെ ഒപ്പോടുകൂടിയല്ല, നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. അതാണ് പ്രധാനമന്ത്രി പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവർക്കും വികസനം, എല്ലാവരിലും വികസനം. അതാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത്. ഈ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തെ കൈപിടിച്ച് ഉയർത്തുന്നതായിരിക്കണം രാജ്യത്തിന്റെ ഭരണകൂട നയം എന്ന് പറയുന്നത്. ആ ഭരണകൂട നയം രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മന്ത്രമായി രാജ്യത്തിന്റെ വികസനം മാറി. നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന പദ്ധതികൾ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം. നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. ഇതാണ് രാഷ്ട്രത്തിന്റെ വികസനം എന്ന് പറയുന്നത്. മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഞാൻ ഈ രാജ്യത്തിന്റെ സേവകനാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനാണ്, എന്റെ മതം ഭാരതമാണ്, എന്റെ മതം ഭാരതമാണ്,
എന്റെ വിശിഷ്ട ഗ്രന്ഥം, എന്റെ വിശുദ്ധ ഗ്രന്ഥം ഭാരതത്തിന്റെ ഭരണഘടനയാണെന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി മാത്രമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഈ രാജ്യത്ത് നടത്തിയത് എന്നുള്ള സത്യം പാർലമെന്റിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്. പാർലമെന്റില് അദ്ദേഹം കാലെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞതാണ്, എന്റെ മതം ഭാരതമാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? സോഷ്യലിസ്റ്റ് ആയിരുന്ന ജവഹർലാൽ നെഹ്റു, മതേതരന്മാരായിരുന്ന നിരവധി പ്രധാനമന്ത്രിമാർ ഈ രാജ്യം ഭരിച്ചു. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ മതം ഭാരതമാണെന്ന്, എന്റെ വിശുദ്ധ ഗ്രന്ഥം ഭാരതത്തിന്റെ ഭരണഘടനയാണെന്ന്? ഇവിടെ കോൺഗ്രസുകാരനും കേരള കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവരെല്ലാം ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിന്റെ ആളുകളായി നിൽക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു ഭരണകൂടം അത് 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയാണ്. അതാണ് ഈ രാജ്യത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം നോക്കാതെ, നിങ്ങളുടെ ജാതി നോക്കാതെ നിങ്ങളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നത്. അത് ഈ രാജ്യത്തിന്റെ യഥാർത്ഥമായ ജനാധിപത്യ സംസ്കാരമാണ്. അതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്, അതിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന ആ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസവും അല്ല രാജ്യത്ത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ കൈകളിൽ പണമെത്തണം. അങ്ങനെ രാജ്യം വികസിക്കാൻ സാധിക്കുള്ളൂ. രാജ്യത്തെ വികസനം ഉണ്ടാകണമെങ്കിൽ, രാജ്യത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ രാജ്യത്തെ സാധാരണക്കാരന്റെ കൈകളിൽ പണം എത്തണം. അതിനുള്ള മാർഗം എന്താ? രാജ്യത്ത് മുന്നേറ്റങ്ങൾ ഉണ്ടാകണം, രാജ്യത്ത് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. ആ പരിവർത്തനത്തിലേക്കാണ് രാജ്യത്തെ നയിച്ചത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ മാരകമായ രോഗം കൊണ്ട് ലോകം സമ്പദ്ഘടനയിൽ തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന പിടിച്ചു നിന്നതും ലോക രാജ്യത്ത് അതിശക്തമായി ഇന്ത്യയുടെ സമ്പദ്ഘടന മുന്നോട്ട് പോയതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ രാജ്യം, നമ്മുടെ കരുതൽ ധനം, നമ്മുടെ സ്വർണ്ണമെടുത്ത് ചന്ദ്രശേഖരൻ പണയം വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ നമ്മുടെ കരുതൽ ധനമായ സ്വർണ്ണമെടുത്ത് പണയം വെച്ച് നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി തകർന്നപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത്. ഇന്ന് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? ഇന്ന് രാജ്യത്തിന്റെ സമ്പദ്ഘടന എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് രാജ്യത്ത് വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് സ്വന്തമായ ഉൽപ്പന്ന മേഖലകൾ കണ്ടെത്തിയത് കൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റി അയക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ന് നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ലോക രാജ്യങ്ങളിലുള്ള UAE പോലെയുള്ള രാജ്യങ്ങൾ 40 വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നത്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് UAE സന്ദർശിച്ചത്. അങ്ങനെയുള്ള സൗഹൃദ ബന്ധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, നമ്മുടെ രാമപുരംകാരനായ ഒരു അച്ഛനെ തീവ്രവാദികൾ സിറിയയിൽ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആ നയതന്ത്രം സുഷമ സ്വരാജ് അന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോൾ എത്ര പെട്ടെന്നാണ് സിറിയയിൽ നിന്ന് നമുക്ക് ഒഴിപ്പിച്ച അച്ഛനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ശക്തിയാണത്. അതിന്ന് ലോകത്തിന് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ നയതന്ത്രം എന്താണ് എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് ഇന്നലെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ നയതന്ത്ര ബന്ധത്തിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ രാജ്യം എന്ന് പറയുന്നത് കരുത്തുറ്റ ഭരണത്തിന്റെ കീഴിലാണ്. നമുക്ക് കിടന്നുറങ്ങാം, പേടിക്കണ്ട, നമുക്ക് നിർഭയമായിട്ട് സഞ്ചരിക്കാം. ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല. ഇന്ന് ജമ്മു കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി രാജ്യത്തിന്റെ ഒരു സംസ്ഥാനമായിട്ട് ഈ രാജ്യത്തേക്ക് ചേർന്നിരിക്കുന്നു ജമ്മു കാശ്മീർ സംസ്ഥാനം. ആരാണ് നടപ്പിലാക്കിയത്? BJP നടപ്പിലാക്കിയ നയം. BJP പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പല്ല പറഞ്ഞത്, 2014-ലും 2004-ലുമെല്ലാം 1998-ലും നമ്മുടെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ പറഞ്ഞ മുദ്രാവാക്യമാണ് 370-ാം വകുപ്പ് എടുത്തു കളയും കാശ്മീരിന്റെ. ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ 370-ാം വകുപ്പ് എടുത്തു കളയുമെന്ന് പറഞ്ഞു. നമ്മൾ ആ വകുപ്പ് എടുത്തു മാറ്റി. ഇന്ന് കാശ്മീർ സ്വതന്ത്രമായ സംസ്ഥാനമായി ഭാരതത്തിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി വസ്തു വാങ്ങിക്കാം, നിങ്ങൾക്ക് അവിടെ യഥേഷ്ടം സഞ്ചരിക്കാം. ഈ രാജ്യത്തേക്ക് തീവ്രവാദം കയറ്റിവിടുന്ന പാകിസ്ഥാന് ആ പാകിസ്ഥാന്റെ കരങ്ങളെ കടിഞ്ഞാണിടാനും
അവന്റെ ചിത്രശക്തികളെ തകർക്കാനും ഈ രാജ്യത്ത് കഴിഞ്ഞതുകൊണ്ടാണ് ആ നയതന്ത്ര ബന്ധമാണ് റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ച. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയെ ഇന്നലെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഒരു ഭരണകൂടത്തിന്റെ ശരിയായ കാഴ്ചപ്പാടും ശരിയായ നയവും. രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. 140 കോടിയുള്ള രാജ്യം ചൈനയേക്കാൾ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഈ ഭാരതം മാറിയിരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ തൊടാൻ വരുന്നില്ല. രാജ്യത്ത് ചില തീവ്രവാദ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, കാശ്മീരിലും അല്ലെ മറ്റു ചില സ്ഥലത്തുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും. പക്ഷെ അവരൊക്കെ നേരിട്ട് ഇപ്പോൾ എങ്ങും എത്തുന്നില്ല. അപ്പൊ പാകിസ്ഥാൻ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഒരു അഭ്യാസ പ്രകടനത്തിനും വരുന്നില്ല. കാരണം എന്താ? പാകിസ്ഥാന് മനസ്സിലായി ഈ രാജ്യത്തെ തൊട്ടാൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്യുമെന്ന്. കാരണം പാകിസ്ഥാൻ ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ല. അത് പാകിസ്ഥാൻ അറിയാവുന്നത് കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാണെന്നും ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഏതാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി പാകിസ്ഥാനിൽ കഴിയുകയാണ്. ഇന്ന് അതിർത്തി ഗ്രാമങ്ങൾ സുരക്ഷിതമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതം ശക്തമാണ്. അമിത്ഷായാണ് രാജ്യത്തിന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകൾ ഇപ്പൊ മണിപ്പൂരിനെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആണ് BJP എന്ന് പ്രചരിപ്പിക്കുന്നത്. എന്താണ് മണിപ്പൂരിൽ നടന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതും വലിയ പ്രചാരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 40 വർഷക്കാലം ഇറോം ശർമ്മള എന്ന് പറയുന്ന ഒരു വനിത മണിപ്പൂരിന് വേണ്ടി അവിടെ നടത്തിയ സമരങ്ങള്, അവിടുത്തെ പട്ടാളത്തെ പിൻവലിക്കൽ നടപടികൾ, ഇതൊക്കെ BJP വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് തന്നെ മണിപ്പൂർ വലിയ തീവ്രവാദ കേന്ദ്രമായിരുന്നു. ഇന്ന് അത് ശാന്തമാവുകയാണ്. വലിയ സുരക്ഷിതത്വത്തേക്ക് മണിപ്പൂരിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നും ജനങ്ങളെ പറ്റിക്കാമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞകാല പോരാട്ടങ്ങളിലൂടെയെല്ലാം BJPയെ തകർക്കാനായി ശ്രമിക്കുന്ന ഛിദ്രശക്തികൾ, BJPയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന വലിയ കൂട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൈകോർക്കുകയാണ്. ഇവിടെ BJPക്കെതിരെ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോഴാണ് രാജ്യത്തെ എല്ലാ അഴിമതിക്കാരും ഒത്തുകൂടി. അത് കോൺഗ്രസുകാരൻ മുതൽ കമ്മ്യൂണിസ്റ്റുകാരൻ വരെ ഒത്തുകൂടിയിട്ട് BJP എതിർക്കുക എന്ന മുഖ്യ അജണ്ട. എന്തിനാ BJP എതിർക്കുന്നത്? ഈ രാജ്യം വളരുന്നതിനെ എതിർക്കുകയാണ്. ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിനെ എതിർക്കുകയാണ്. അവർക്ക് അധികാരം വേണം, അഴിമതി നടത്തണം, കള്ളപ്പണം ഉണ്ടാക്കണം. അതല്ലാതെ രാജ്യത്തെ വളർത്താൻ എന്ത് പോംവഴിയാണ് നിങ്ങളുടെ കൈകളിലുള്ളത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടും കമ്മ്യൂണിസ്റ്റുകാരനോടും നമ്മൾ ചോദിക്കുന്നതാണ്, എന്താണ് കേരളത്തെ രക്ഷിക്കാൻ നിങ്ങളുടെ കൈകളിൽ എന്താണുള്ളത്? 6.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റി എന്നുള്ളതല്ലാതെ ഈ കാണിക്കുന്ന ഗിമ്മിക്കുകളും പത്രസമ്മേളനങ്ങളും ഈ പൊതുയോഗങ്ങളും അല്ലാതെ ഈ നവകേരളം എന്നും പറഞ്ഞ് എന്ത് പുരോഗതിയാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ ചൂണ്ടിക്കാണിക്ക് 1.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 1.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചു എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ +2 കഴിഞ്ഞ കുട്ടികള് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ കേരളത്തിൽ പഠിക്കാനല്ല, ഈ കേരളത്തിൽ ജോലി ചെയ്യാനല്ല. അവർ മുഴുവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ അവർ IITസിന് പോകുന്നു, അല്ലെ മറ്റ് കോഴ്സുകൾ പഠിച്ചിട്ട് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേർക്കരുകയാണ്. കേരളത്തിൽ എന്ത് സുരക്ഷിതത്വമുള്ളത്? നല്ല ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ലഭ്യമാകുക? ഏറ്റവും കൂടുതൽ മെഡിക്കൽ രംഗത്താണ് നമുക്ക് ഉള്ളത്. ആരോഗ്യ രംഗത്ത് നഴ്സുമാര്, അവര് BSc നഴ്സിംഗ് കഴിഞ്ഞാൽ, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഇവര് നേരെ പിണറായി വിജയന്റെ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുവാണോ? അല്ല ഇവിടെ ഏതെങ്കിലും അടുത്തുള്ള സ്വകാര്യ ആശുപത്രി പോലും ജോലി ചെയ്യണോ? 7,000, 8,000, 10,000, 20,000 രൂപയ്ക്ക് ജോലി ചെയ്യാനാണോ അവർ പഠിക്കുന്നതല്ല. അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? നഴ്സിംഗ് കഴിഞ്ഞാൽ ഉടനെ IELTSന് ചേർന്നു, അല്ലെ ജർമ്മൻ പഠിക്കാൻ പോയി, അല്ലെങ്കിൽ OET പഠിക്കാൻ പോയി. അവർ പോവുകയാണ്, പറക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളില്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള്, അല്ലെ എവിടെയെങ്കിലും ആട്ടെ. അവർക്ക് ആരോഗ്യ രംഗത്തേക്ക് അവരെല്ലാം രാജ്യം വിടുകയാണ്.
അതല്ലാതെ ഇതെല്ലാം പഠിച്ചിട്ട് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നുണ്ട്? ഇതിന് മറുപടി പറയാൻ പിണറായിക്കും വി ഡി സതീശനും ആവില്ല. കാരണം കേരളത്തെ ഇത്രയും സാമ്പത്തികമായി തകർത്തത് ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടാണ്. ഇവര് പരസ്പരം തമ്മിലടിക്കും, പക്ഷെ ഇവരൊരു വലിയ കൂട്ടുകെട്ടാണ്. കാരണം ഈ കേരളത്തെ കൊള്ളയടിച്ച രണ്ട് മുന്നണികളാണ്. ഈ കേരളത്തെ പരിപൂർണമായി കൊള്ളയടിച്ച് ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർത്തു, വ്യാവസായിക മേഖല തകർത്തു, ഇവിടുത്തെ സാമ്പത്തിക കച്ചവട മേഖല തകർത്തു. ഇന്ന് ഇവിടുത്തെ കച്ചവടക്കാരുടെയൊക്കെ സ്ഥിതി ദയനീയമാണ്. ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 50% കച്ചവടം ഏതാണ്ട് കുറഞ്ഞു. എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ മേഖലകളിലും, തൊഴിൽ മേഖലകളിലും കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഏതാണ്ട് ഒരു തരത്തിലും രക്ഷയില്ലാതെ നിൽക്കുകയാണ്. എത്രയെത്ര സ്ഥാപനങ്ങളാ ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ എത്ര എണ്ണം പൂട്ടി? നിങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് എത്ര ഹോട്ടലുകളാ പൂട്ടപ്പെട്ട് കിടന്നിരിക്കുന്നത്, എത്ര വ്യവസായ കച്ചവട സ്ഥാപനങ്ങളാ പൂട്ടപ്പെട്ടിരിക്കുന്നത്. കേരളത്തില് ഈ വ്യവസായശാലകളും ഈ കച്ചവട സ്ഥാപനങ്ങളും കേരളത്തിൽ ഇനി രക്ഷയില്ലാത്ത സ്ഥിതിയിലേക്ക് മാറി. എന്താണ്? കറണ്ട് ചാർജിന്റെ വർധനവ്, അവിടെ ടാക്സ്, കറണ്ട് ചാർജ് എത്രയാണെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല. അതിനകത്ത് എഴുതി വന്നോ നിങ്ങളൊന്നും വായിക്കുന്നില്ല. നിങ്ങൾ കൊണ്ട് എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊണ്ട് പൈസ അടയ്ക്കുന്നു എന്നുള്ളതല്ലാതെ അത് എത്രയാണ് വർദ്ധിച്ചു, എന്തിനൊക്കെയാണ് വാങ്ങിക്കുന്നത് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല. കാരണം അത്രയേറെ വലിയ ദുരന്തമായി നമ്മുടെ ഈ ഭരണകൂടം മാറിയിരിക്കുന്നു. ഈ ഭരണകൂടത്തിന്റെ ശരിയായ നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കലാണ് ഭരണകൂടത്തിന്റെ നയം. അതല്ലാതെ പിണറായി വിജയൻ 4 നേരം വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ കേരളം രക്ഷപ്പെടില്ല. കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഈ 2 മുന്നണികളും അവസാനിക്കണം. ഈ അഴിമതി മുന്നണികൾ അവസാനിക്കണം. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. കേരളത്തിൽ പുതിയ വ്യവസായങ്ങൾ കടന്നു വരണം. കേരളത്തിലേക്ക് പുതിയ നയങ്ങൾ, ടൂറിസം നയങ്ങൾ കടന്നു വരണം. കേരളം വലിയ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ കയ്യിലൊന്നുമില്ല. എല്ലാം ഉണ്ട് കയ്യിൽ, പക്ഷെ മുതൽ മുടക്കാൻ ഒന്നും കയ്യിലില്ല. ദേശീയപാത അത് മുടക്കാൻ കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിഹിതങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചില്ലേ, കുടിവെള്ളമില്ല. എന്തുകൊണ്ടാണ് ജൽജീവൻ മിഷൻ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാതെ കിടക്കുന്നത്? മലങ്കര കുടിവെള്ള പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഈ പൊങ്ങുന്നിലോ പഞ്ചായത്ത്. ഇവിടെ പുതിയ വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. പക്ഷെ ഇത് കടന്നു വരണമെങ്കിൽ കേരളത്തിന്റെ വിഹിതമില്ല. ഒറ്റ ഉദാഹരണം, ഇപ്പൊ പാർലമെന്റില്, രാജ്യസഭയില് സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു MP, സുരേഷ് എന്നല്ല, CPIയുടെ MP പേര് ഷോണേ, CPIയുടെ MP സുരേഷ് എന്ന സന്തോഷ് പാർലമെന്റില് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച സമയത്ത് നിങ്ങളൊക്കെ TV കേട്ടാൽ, നമ്മൾ ആശാവർക്കർമാരുടെ സമരത്തില് നമ്മുടെ JP നദ്ദ ആരോഗ്യമന്ത്രി പറഞ്ഞു കേരളത്തിന് കൃത്യമായി പണം കൊടുത്തിട്ടുണ്ട്. സന്തോഷ് കുമാർ എഴുന്നേറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. 1 മാസം കഴിഞ്ഞു അല്ലേ? ഇന്ന് വരെ CPM ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വെണ്ടക്ക നിരത്തിയെന്ന് രാത്രി ചർച്ചയില് കേരളത്തിലെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും മാതൃഭൂമി, മനോരമ, എല്ലാ മൈത്താണ്ടി ചാനലുകളും അന്ന് വലിയ വെണ്ടക്കാക്ഷരത്തിൽ റിപ്പോർട്ട് നിരത്തി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കും. ഇന്ന് വരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തില്ല. 637 കോടി രൂപ ലഭിക്കാനുണ്ടെന്നാണ് പറയുന്നത്. എന്താണ്? NHM ഫണ്ട് വഴി കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ആ ഫണ്ട് ലഭ്യമാകണമെങ്കിൽ ആശുപത്രികളെല്ലാം പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ ആശുപത്രിയെല്ലാം പെയിന്റ് അടിച്ച് മാറ്റി ആശുപത്രിയിൽ ബോർഡ് വെച്ച് ഒരു പ്രത്യേക സംവിധാനങ്ങൾ അതിന് നടപ്പിലാക്കണം. കേരളം അതിന് തയ്യാറായില്ല. ഇന്നലെ നിങ്ങൾ കണ്ട്, മുന്നിയാന്ന് നിങ്ങൾ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു PM ശ്രീ പദ്ധതി തൽക്കാലം ഞങ്ങൾ നടപ്പിലാക്കില്ല. എന്താ PM ശ്രീ പദ്ധതി? ഇതേപോലെ പദ്ധതിയാണ്. എന്താണ്? കേരളത്തിലെ 251 വിദ്യാലയങ്ങൾക്ക് പ്രതിവർഷം 1 കോടി രൂപ നൽകുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവും കൂടിയുള്ള ഫണ്ടാണ് കേന്ദ്രം കൊടുക്കുന്നത് സ്കൂളുകളുടെ പുരോഗതിക്ക്. ഓരോ വർഷവും 1 കോടി രൂപ. ഈ 40% മുടക്കാൻ കയ്യിലില്ല. ഈ 40% മുടക്കാൻ കയ്യിലില്ലാത്തതുകൊണ്ട് പിണറായി പറഞ്ഞു തൽക്കാലം ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല ഈ കേന്ദ്ര പദ്ധതി. ഇതുപോലെ തന്നെയായിരുന്നു NHM പദ്ധതിയും പറഞ്ഞിരുന്നത് 637 കോടി രൂപ കിട്ടാനുണ്ടെന്ന്.
എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്? ഇപ്പൊ രണ്ടാമത് ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് NHM പദ്ധതി നടപ്പിലാക്കി കേരള സർക്കാരിൽ ഗതിക്ക് രക്ഷയില്ലാതെ. അപ്പോഴാണ് 637 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ അതിന്റെ കണക്ക് ഇത് ചെയ്തതിന്റെ കണക്ക് ഇത് തന്നെയാണ്. ഈ മലങ്കര കുടിവെള്ള പദ്ധതിയും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. ഈ മലങ്കര കുടിവെള്ള പദ്ധതിയും ഇതേപോലെ 1000 കോടി രൂപ മുതൽ മുടക്കിയുള്ള കുടിവെള്ള പദ്ധതിയാണ് മലങ്കര കുടിവെള്ള പദ്ധതി. ഏതാണ്ട് 7 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മലങ്കര കുടിവെള്ള പദ്ധതി. അതിൽ നീലൂരാണ് ഏറ്റവും വലിയ ടാങ്ക് വരുന്നത്. അതിന്റെ സബ് ടാങ്കുകൾ ഈ മൂന്നിലവ് അതുപോലെയുള്ള കടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെയൊന്നും ഈ പദ്ധതിക്ക് കേരളത്തിന്റെ വിഹിതം കൊടുക്കണം. ആ വിഹിതം കൊടുക്കാൻ കയ്യിലെന്താ ഉള്ളത്? കയ്യിലുള്ളതെന്ന് പറയുന്നത് എല്ലാ വർഷവും കേന്ദ്രത്തോട് ചോദിക്കും, ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുമതി തരണം. ഇപ്പൊ മാർച്ചിന് മുമ്പ് ഒരു 6300 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി കൊടുത്തു. എന്തിനാണ്? ഈ ശമ്പളം കൊടുക്കാനും ഈ പദ്ധതി വിഹിതം കൊടുക്കാനും. അതുകൊണ്ട് തികയുന്നുണ്ടോ? നമുക്ക് സ്വന്തമായി വരുമാനമില്ല. കേരളത്തിന് മറ്റ് റവന്യൂ വരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കേരളം രക്ഷപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. മറ്റൊരു തരത്തിലുമുള്ള വരുമാനമില്ല. കടമെടുക്കുക, പുട്ടടിക്കുക, കറങ്ങി നടക്കുക, പത്രസമ്മേളനം നടത്തുക എന്നുള്ളതല്ലാതെ കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയും ഈ 2 മുന്നണികൾക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇവർ 2 പേരും മത്സരിക്കുന്നത്. 2 പേരും എതിർക്കുന്നത് BJP ആണ്. CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന വിഷയം എന്താ? കേരളത്തിൽ BJP-യുടെ വളർച്ചയെ തടയണം. ഈ കാലമത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടി കോൺഗ്രസിൽ 35-ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് കേരളത്തിൽ ആകെയുള്ള ഒരു ഭരണം കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ BJP-യുടെ വളർച്ചയെ തടയണം. പാർട്ടി ഗ്രാമങ്ങളില് BJP വളരുന്നു. അവർ കണ്ടുപിടിച്ചതാണ്. കണ്ണൂര് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയുന്നത്. കണ്ണൂരാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടതും അവിടെയാണ്. പിണറായിലെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതെന്ന് പറയുന്നു. അവിടെ പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു. പാർട്ടി കേന്ദ്രങ്ങളിൽ BJP ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ട് അത് തടയണമെന്നാണ് പുതിയ കണ്ടുപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് BJP അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോലും താമര വിരിയുന്ന കാലം സമാഗതമായത്. പുഷ്പനെ അറിയാവോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ടുപാടിയാൽ കേരളത്തിന്റെ പട്ടിണി മാറില്ല, കേരളത്തിൽ തൊഴിലുണ്ടാവില്ല. കാരണം ആ പുഷ്പൻ ആരായിരുന്നു എന്നറിയുമ്പോഴാണ് യഥാർത്ഥ കേരളത്തിന്റെ ചിത്രം വെളിവാകുന്നത്. പുഷ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി DYFIയിലെല്ലാം പ്രവർത്തിച്ച് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ രക്ഷയില്ലാതെ ബാംഗ്ലൂർക്ക് ജോലിക്ക് പോയി. അവിടെ ജോലിക്ക് പോയിട്ട് ഒരവധിക്ക് നാട്ടിൽ വന്നു. ഒരു 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് കൂത്തുപറമ്പിൽ ഒരു സമരം നടക്കുന്നു. കൂത്തുപറമ്പില് ഒരു സമരം നടക്കും. MV രാഘവനെ തടയാൻ DYFIക്കാര് കൂത്തുപറമ്പിലേക്ക് പോകുന്നു. സഹകരണ ബാങ്കിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ. ആ സമരത്തിൽ അറിയാതെ പെട്ടുപോയി. അവിടെ ചെന്ന് വെടിയെ 10ാം നാൾ തിരിച്ചു പോകേണ്ട സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലെടുത്ത ആ DYFIക്കാരൻ 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ CPM ഉണ്ടാക്കിയ സമരത്തിന്റെ ഇടയിൽപ്പെട്ട് വെടിയേറ്റ് വീണതാണ് പുഷ്പൻ എന്ന് പറയുന്ന സഖാവ്. ആ പുഷ്പനെ അറിയാമോ എന്ന് എത്ര കാലം നിങ്ങൾ ചോദിച്ചാലും ഈ കേരളത്തിൽ പുഷ്പന്റെ ആ ജീവിത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. 8 ലക്ഷം മലയാളികളുണ്ട് ഗുജറാത്തില് ജോലി ചെയ്യുക. 8 ലക്ഷം മലയാളികൾ ഗുജറാത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്, ഗുജറാത്ത് ഭരണം മുതൽ ഞങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് കഴിഞ്ഞ ദിവസം. എവിടെയാണ് ഈ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് കേരളത്തിന്റെ ഈ രാഷ്ട്രീയ മണ്ഡലം എന്ന് തിരിച്ചറിയേണ്ടത്? അവിടെയാണ് BJP-യുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമാകുന്നത്. ഇപ്പോ കേരളത്തിൽ ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള ശക്തി പേര് ഞാനങ്ങ് മാറുന്നു. ഏതാ അങ്ങനെ ഉണ്ടോ? മേരിച്ചാട്ടില്ലേ? ആ അത് ഒരച്ഛ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം ഓടി എത്തും വഴക്കുമായിട്ട്. അതേ പറഞ്ഞ് ഓർക്കുന്നു, ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയുള്ളൊരു നാടാണ്. പക്ഷെ ആ നാടിന് ഈ 2011 ശേഷം എന്തുണ്ടായി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നില്ല എന്നതും ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ
നമ്മുടെ പ്രിയങ്കരൻ ദിലീപ് കുമാർ കടപ്പുഴ പാലത്തെ പറ്റി പറഞ്ഞു. എനിക്ക് ചിരി വന്നത് എന്താന്ന് ചോദിച്ചാൽ, കടപ്പുഴ പാലം എന്ന് പറയുന്നത് അന്നുണ്ടാക്കിയ പാലമാണ്. ആ പാലം കഴിഞ്ഞ് വെള്ളപ്പൊക്കത്ത് നശിച്ചു. നാളെ ഇതിനായി ഒരു പാലം ചേർന്നുണ്ടാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈ കടപ്പുഴ പാലത്തെ പറ്റി പത്രത്തിൽ വാർത്ത വന്നുകൊണ്ട് ഞാൻ വിളിച്ച് അന്വേഷിക്കുകയായി. അവിടെ ഇപ്പോ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചാൽ 4.5 കോടി രൂപ പാലത്തിന്. 4.5 എന്ന് പറഞ്ഞ അതാണ്. അതിന്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലായില്ല. ആരും ആട്ടമാനെ എന്ത് ഈ കാപ്പനും തലയ്ക്ക് പോകുന്നില്ലാതായോന്ന് എനിക്കറിയത്തില്ല. ഞാനായിരുന്നു ഇവിടെ MLA എങ്കിൽ ഒരു മാസത്തിനകം ഒരു 70-75 ലക്ഷം രൂപയുടെ പാലം തീർത്ത് വെച്ചേനെ. അത് കഴിഞ്ഞ് വേണം ഇവിടുന്ന് സ്വർഗം വരെ പാലം പണിയണോ? എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് കിട്ടാൻ. അതായത് 6 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പിണറായിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇവിടുത്തെ സഖാക്കന്മാരോട് ചോദിക്കണം, അവർ വേണേൽ പറയും 6 കോടി രൂപയാണ് നമ്മുടെ കടം. എങ്ങനെ തീർക്കും ഇത്? ആ കടം തീർക്കാൻ കഴിയാത്ത സർക്കാരിന്റെ മുകളിലേക്കാണ് ഒരു ചെറിയ പാലം വേണ്ടിടത്ത് 4.5 കോടി രൂപയുടെ പാലം അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? മാന്യമായി മനുഷ്യന് ഇറക്കണ ഒരു പാലം വേണമെങ്കിൽ ഒരു 75 ലക്ഷം രൂപയ്ക്ക് തീർക്കാമായി. MLA-ക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ MLA-ക്ക് കൊടുക്കാൻ 75 4 എങ്ങനെ കൊടുക്കും? ആ MLA MP-യോടൊന്നും ഞാൻ വഴക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ 4.5 കോടി രൂപ കൊടുക്കുന്ന MLA-ക്ക് പറ്റില്ല. MLA-ക്ക് ആകെ 5-2 7 കോടി രൂപയാകെ കിട്ടുള്ളൂ. അത് 4.5 കോടി രൂപയും 2 വാർഡിലായിട്ട് കൊണ്ട് കൊടുത്ത് അവനെ പണി തീരുകയില്ല. ഒരു MP ഉണ്ട്, ഇതുപോലെ 7 നിയോജക മണ്ഡലം 1600ഓളം വാർഡിന്റെ പ്രതിനിധിയാണ് അയാള്. അയാളെങ്ങനെ ഒരു വാർഡില് അല്ലെ 2 വാർഡിലേക്ക് 4.5 കോടി രൂപ എങ്ങനെ കൊണ്ട് കൊടുക്കും? അപ്പോ നടക്കുന്ന കാര്യം ചെയ്യണം. അവിടെ ഒരു 75 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാമായിരുന്നു, MP ഫണ്ടിൽ നിന്ന് കൊടുക്കാമായിരുന്നു. ഒരു 75 ലക്ഷം രൂപയ്ക്ക് ന്യായമായിട്ടൊരു പാലം പണിത് നിങ്ങൾ സുഖമായി പോകാവുന്ന സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഞാനായിരുന്നു അത് ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഈ മേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കി. ഇത് സമ്പന്നന്മാരുടെ നാടല്ല. ആകെ ഒരു സമ്പന്നൻ എന്ന് പറയുന്ന ആള് ഞാൻ പറയുന്നത് ബേബിച്ചേട്ടനായിരുന്നു. അദ്ദേഹം അന്ന് 50 വർഷത്തിന് മുമ്പ് തന്നെ വ്യവസായ രംഗത്ത് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കളിപ്പോ ആ വ്യവസായ രംഗത്ത് വലിയ മിടുക്കന്മാരായി ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നത്. എനിക്ക് അല്പം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന അദ്ദേഹത്തെ കാണാതെ പോവില്ലേ. അങ്ങനെയുള്ള ഒരു നാട്. ഇവിടെ നമ്മുടെ സ്കൂളുകളുണ്ട്. ആ സ്കൂളൊക്കെ നമ്മൾ തന്നെയാണ് നല്ല നിലയിലാക്കിയിരുന്നത് ഞാൻ നല്ലോണം ഓർക്കുന്നു. അങ്ങനെ നല്ല നിലയിൽ പോയിരുന്ന സ്കൂളുകൾ വാഴക്കാട് സ്കൂളുണ്ട്. നല്ല ഒരു മേഖലയാണ്. കൃഷിക്കാർ മാത്രമുള്ള റൗഡിസം ഒന്നും ഇല്ലാത്ത പാവങ്ങളുള്ള ഒരു നാടാണിത്. ഇവിടുത്തെ തൊഴിലാളികളെ ആലോചിക്കും. ഏതെങ്കിലും ഒരു തൊഴിലാളി ഗുണ്ടായിച്ചോട്ട് കിടക്കുന്നുണ്ടോ? മനുഷ്യത്വത്തോടുകൂടി മനുഷ്യരോട് പെരുമാറുന്ന ഏത് മനുഷ്യനും ഉപകാരം ചെയ്യുന്ന നല്ല മനസ്ഥിതിയുള്ള തൊഴിലാളികൾ, അവരുടെ യൂണിയനും രാഷ്ട്രീയം ഏതുമാവട്ടെ, അവരുടെ പെരുമാറ്റം എന്തെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ പോകുന്ന ഒരു നാടാണ് മൂന്നിലവ് എന്നതുകൊണ്ട് തന്നെ ഈ നാടിനെ ജനപ്രതിനിധിക്കാൻ അവസരം കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ പഞ്ചായത്തിന്റെ പോക്കിനെ പറ്റി പരാതിയുണ്ട്. ജനപ്രതിനിധികളെ കുറ്റം പറയാൻ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അതിന് വിശദാംശമായി കടക്കുന്നില്ല. പ്രിയങ്കര പഞ്ചായത്ത് മെമ്പർമാരോടും പ്രസിഡന്റിനും എനിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട്. നിന്ന നിലയിൽ നിന്ന് പോണം. നാണംകെട്ട രീതിയിലേക്ക് പഞ്ചായത്ത് മെമ്പർമാരെ അഡ്രസ് കളയുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അത് നമുക്കെല്ലാവർക്കും ജനാധിപത്യത്തിന് അപകടമാണ്, മോശമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പഞ്ചായത്ത് നന്നാക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. നമ്മളെ ജോഷുവ ചേട്ടനൊക്കെ പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്താണിത്. ബാക്കി എല്ലാവരും ഒന്നും പറയല്ല, ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തില് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ഇവിടെ വഖഫ് നിയമം പറയണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതിന്റെ വിശദാംശം കിടക്കുന്നില്ല. വളരെ വിശദമായി ആ കാര്യം പറയാൻ ഷോൺ ഇവിടെ വന്നിട്ടുണ്ട്. അവനത് മുഴുവൻ വിശദമായി നിങ്ങളോട് പറയും. ഒരു കാര്യം ഞാൻ പറയും, വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 47 മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖമായ തന്റെ ഇടത്തോടുകൂടി ഒരു ഗവൺമെന്റ് ചെയ്ത ഭേദഗതി പാസാക്കിയ നിയമമാണ് വഖഫ് ഭേദഗതി നിയമം. ഒരു സംശയം വേണ്ട. അത് ആർക്ക് വേണ്ടിയാണ് നിയമം? 8 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് എന്ന് പറയുന്ന ഒരു പറ്റം കൊള്ളക്കാരുടെ കയ്യിലിരിക്കുകയാണ്.
അത് എന്ത് നടക്കുന്നു? ഒരു പൈസ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ല. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്ന കൊള്ള സംഘം ഈ പണം എന്ത് ചെയ്തു എന്ന് ഒരു തെളിവുമില്ല. ഇങ്ങനെ പോകാൻ കഴിയുന്നു. ഇവിടുത്തെ വഖഫ് നിയമം കൊണ്ടെന്താ വന്നിരിക്കുന്നത്? ആ നിയമമാണ് മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ പോകുന്നത്. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പോവാണ്. ഇപ്പോ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയ കുഴപ്പന്മാർ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ ഞാൻ ഈരായിട്ട് ഇവിടെ താമസിക്കുക. നാളെ വഖഫ് ബോർഡ് പറയാണ് PCOറിന്റെ ഭൂമി വഖഫ് ഭൂമിയാണ്, തീർന്നു. വഖഫ് ഭൂമിയാന്ന് പറഞ്ഞാൽ അതാ ഞാൻ ഇറങ്ങി പോയാൽ ഇവിടെ വാചകമൊന്നും അടിക്കണ്ട. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാലോ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരു നിയമം ഉണ്ടാക്കി 2013 എന്താ 2 കൊല്ലം പിടിച്ച് ജയിലിടും ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ. അതാണ് വഖഫ് നിയമം. ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഉണ്ടാക്കി വെച്ചതാണ്. സുപ്രീം കോടതിക്ക് മുകളിലായിരുന്നു ആ നിയമം. ഒന്ന് ആലോചിക്കണം. സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ പാടില്ല. നമ്മുടെ BJP ഗവൺമെന്റ് നമ്മുടെ നരസിംഹറാവിന്റെ ഗവൺമെന്റും അതുപോലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും ചെയ്ത ആ ഭേദഗതികളൊക്കെ മാറ്റിയിട്ട് നിഷ്പക്ഷമായി കോടതിയിൽ സമീപിക്കാനുള്ള അവസരമാണ് നിയമപരമായി ആദ്യം ചെയ്തത്. 40 എടുത്തു കളഞ്ഞു, 2-1 വെച്ചു, അത്രേ ഉള്ളൂ. അവിടെ എന്താ? വഖഫ് ബോർഡിൽ ഇപ്പോ സൗകര്യം പോലെ ഏതെങ്കിലും ഭൂമികാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. നോട്ടിഫൈ ചെയ്യണം, നിയമപരമായി നോട്ടിഫൈ ചെയ്യണം. അത് തന്നെയല്ല, ആ വഖഫ് ഭൂമി കൊണ്ട് ആര് വഖഫ് ചെയ്യുന്നോ അവരുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന് ആ ഭൂമി ചെലവഴിച്ചിരിക്കണം. അതല്ലാതെ ഇപ്പോഴത്തെ പോലെ 8 ലക്ഷം കോടി രൂപ 8 ലക്ഷം ഏക്കർ സ്ഥലം സൊള്ളാൻ കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ വഖഫ് ബോർഡ് സമ്പന്നമായത്? അത് പറയുമ്പോൾ പലർക്കും സൂഹിക്കല്ലോ. കോൺഗ്രസ്സുകാരനൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. കോൺഗ്രസ്സുകാരൻ ആലോചിക്കണം എങ്ങനെ ഇതായത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും വേണ്ടി വിധിക്കപ്പെട്ടപ്പോ പാകിസ്ഥാനിലേക്ക് പോയപ്പെട്ട പാവപ്പെട്ട മുസ്ലിം സമുദായം അവരുടെ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന്റേതായി മാറി. വഖഫ് ബോർഡിന് ഇന്ത്യ ഗവൺമെന്റിന്റേതായി മാറി. ഗവൺമെന്റിലിരുന്ന ഭൂമി ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രി വഖഫ് ബോർഡിനെ വിട്ടുകൊടുത്തു. എന്ത് എളുപ്പ് സുഖമാണ്. അതിന് നട്ടമല്ലോ ഉണ്ടോ? എന്താ അതിന് കാരണം? പറയുമ്പോ കോൺഗ്രസ്സുകാരൻ തെറ്റിദ്ധരിക്കരുത്. കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും നെഹ്റു നല്ലൊരു മുസൽമാനായി. ഇത് പറയുമ്പോ പലരും സൂഹിക്കുകയാണ്. നെഹ്റുവിന്റെ വാപ്പ എന്ന് പറയുന്ന ആളും മുസൽമാനായിരുന്നു, ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ നെഹ്റു എന്ത് ചെയ്തു? ഒരു ഹൈന്ദവ രാഷ്ട്രമായ ബഹുഭൂരിപക്ഷമുള്ള രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ ഒരു മുസൽമാൻ നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരീശ്വരനാണ്, എനിക്ക് ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിസ്കരിക്കുന്ന പെരയ്ക്കകത്താണല്ലോ, ആരും കാണുകയില്ല. അങ്ങനെയുള്ള മുസ്ലിമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. അങ്ങനെയാണ് വഖഫ് ബോർഡിനെ സമ്പന്നമാക്കിയത്. ഏതായാലും വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് തന്നെ പോകണം. ആ വഖഫ് ബോർഡിൽ നമ്മൾ 2 ഇതര മതസ്ഥരെ വെച്ചു ഭരണഘടന പ്രകാരം. വളരെ വലിയ തർക്കം. അതന്നെ ഞങ്ങൾ ഇതിനകത്തോട്ട് മറ്റുള്ളവരെ വെച്ച് വേറൊന്നുമില്ല, അവരൊന്നും ചെയ്യുന്നില്ല. വഖഫ് ബോർഡിൽ ഇരിക്കും. ഈ പറഞ്ഞതുപോലെ വഖഫ് ചെയ്യുന്ന ഭൂമി ആ ആവശ്യത്തിനാണ് ചെലവഴിച്ചതെന്ന് ബോധ്യപ്പെടുത്തുക എന്ന ജോലി മാത്രമാണ് അവർക്കുള്ളത്. അവരത് നോക്കും, വേറൊന്നും മിണ്ടുകയില്ല. അതല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റിനെ അറിയിക്കും, ഈ വഖഫ് ഭൂമി വഖഫ് വിരുദ്ധമായി ചെലവഴിച്ചു, അത്രേ ഉള്ളൂ. ആ 2 പേരെ വെച്ചത് അതിനാണ്. അങ്ങനെ വഖഫ് നിയമം ഭേദഗതി നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് BJP ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. ഏതായാലും ഒരു കാര്യം നിങ്ങളുടെ നമ്മുടെ ദിലീപ് കുമാർ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് ഏതായാലും ദിവസം കാലുമാറുന്ന ആ രാഷ്ട്രീയം വിട്ട് മാന്യമായ ഒരു പഞ്ചായത്ത് കമ്മിറ്റി മൂന്നൂരിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ചിന്തിക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ BJPക്ക് അനുകൂലമായി നിങ്ങളുടെ മനസ്സ് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതല്ലേലും വിനയത്തോട് പറയാൻ ഞാൻ വർഗീയതയൊന്നും പറയല്ല. ഇന്ത്യ രാജ്യത്ത് ഭീകരവാദികളിൽ നിന്ന് രാഷ്ട്രത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ഭീകരവാദികളിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഭീകരവാദം ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസൽമാന്മാരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്. ആ മുന്നേറ്റത്തോടെ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ എന്ന സത്യം കൂടി നിങ്ങൾ അറിയണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക.
ഞാൻ മറ്റു വിശദാംശം കിടക്കുന്നില്ല. പ്രസംഗിക്കാൻ വളരെയധികം ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ശശികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ പറയും. ഷോൺ എല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞോളും. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നന്മയും നേരുന്നു, ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും കച്ചവടം ഒന്നും കാണുന്നില്ല. അതോ നിന്നു പോയതാണോ എന്ന് എനിക്ക് സംശയം. നിൽക്കാതിരിക്കട്ടെ. നിങ്ങളുടെ ബിസിനസ്സുകളും കൃഷിയും ഒക്കെ നന്നാക്കിക്കൊണ്ട് പോകാൻ നിങ്ങൾ മുമ്പോട്ട് പോകണം. ധൈര്യമായി തന്നെ മുമ്പോട്ട് പോകണം. എല്ലാ സഹായവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നല്ലവരായ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സ്വീകരണത്തിന് ശേഷം മുഖ്യപ്രഭാഷണം നടക്കുന്നതായിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായെത്തിയ സിബി ജോൺ കുരിശിക്കപ്പറമ്പിൽ അവരുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നതിനായി ശ്രീ PC ജോർജ് അവരുകളെ ക്ഷണിക്കുന്നു. അടുത്തായി ശ്രീ റോയ് മാത്യു കണ്ടത്തിൽ, അദ്ദേഹത്തെ ഏറ്റവും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ഇനിയും ശ്രീ തോമസ് മത്തായിയെ ക്ഷണിക്കുന്നു. അലമ്പിന് വേണ്ടി വന്നാൽ അതൊക്കെ ഒരു രസമാണ്. ഇത് ആശാമാരെ അറിയുന്ന ആൾക്കാർ മൊത്തം അന്നേ അടുത്ത ആള് വാ. എന്തേ മാത്യു പട്ടക്കല്ലുകൾ, മധുസൂദനൻ അള്ളുങ്കൽ, ശ്രീ ബിജുമോൻ KD, ഇവരൊക്കെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. അവരുടെ സാഹചര്യം ഓട്ടം പോയതായി തോന്നുന്നു. എന്തായാലും ഈ മൂന്നല്ല, ഒരുപാട് ആൾക്കാര് ഈ മൂന്നില് പഞ്ചായത്തിൽ തന്നെ പരസ്യമായി ഇറങ്ങാതെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂന്നില് പഞ്ചായത്തിൽ മാറ്റം വരണമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാര്. അപ്പൊ ഇനി ഒരുപാട് ആൾക്കാര് നമ്മളിലേക്ക് എത്താറുണ്ട്. അവരെല്ലാം സ്വാഗതം ചെയ്യുക. അടുത്തതായി ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സമിതി അംഗവും മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ശ്രീ NK ശശികുമാർ അവരുകളെ ക്ഷണിക്കുക. ഈ അംഗത്തെ സ്വീകരിച്ച പ്രവർത്തകർ ഈ സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിബി ജോൺ, റോയ് മാത്യു സ്റ്റേജിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ദിലീപ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമിതി അംഗമായിട്ടുള്ള ശ്രീ PC ജോർജ് അവർകൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന BJPയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ സജി എസ് തെക്കേ, മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുരേഷ് ഏടൻ, ശ്രീ ജോസ് ചേരിമല, ശ്രീ പോൾ ജോർജ്, ശ്രീ വിനീഷ് ചുണ്ടച്ചേരി എന്നിവിടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് BJPയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും
പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് നടന്നത്. അതിൻ്റെ ചെറിയ വിശദാംശങ്ങൾ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ചു. ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഷോൺ ജോർജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എത്തിയാലെന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. വഖഫുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര മീറ്റിംഗ് ഡൽഹിയിലുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് തൃശ്ശൂർ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ രാജ്യത്ത് BJP-യെക്കുറിച്ചുള്ള ആശങ്കകൾ പടർത്തി വിഷലിപ്തമാക്കിയ ഒരന്തരീക്ഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടെയെല്ലാം ആ വിഷലിപ്തമായ ജനാധിപത്യ അന്തരീക്ഷത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് BJP എന്താണ് എന്നുള്ള ആശയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 2014 മുതൽ ഈ രാജ്യത്തിൻ്റെ ഭരണം BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കേരള രാഷ്ട്രീയത്തിൽ 2 പ്രബലമായ മുന്നണികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, അപ്പുറത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രബലമായ 2 മുന്നണികൾ കാലങ്ങളായി കേരളത്തെ മാറി മാറി ഭരിക്കുകയാണ്. അവരെല്ലാം ഭരിക്കുമ്പോഴും ഭരണത്തിൽ വരാൻ തുടങ്ങുമ്പോഴും പറയുന്നത്, കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, BJP-യെ കേരളത്തിലേക്ക് അടുപ്പിക്കരുത്. BJP എന്തോ വലിയ മഹാപാപം ചെയ്യുന്ന പാർട്ടിയാണ്. BJP രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. പ്രധാന ഒരു മുദ്രാവാക്യം BJP രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നുള്ള ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. BJP എന്താണെന്ന് അടുത്തറിയാനുള്ള അവസരങ്ങൾ അത് കൂടുതലായി 2014 മുതൽ ഇങ്ങ് പോന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൂടുതൽ BJP എന്താണെന്ന് അടുത്തറിയാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ സാഹചര്യമുണ്ടായപ്പോൾ പടിപടിയായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ BJP-ക്ക് വളരുവാനുള്ള അവസരമുണ്ടായി. അങ്ങനെ BJP വളരുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഇന്ന് പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ അലയൊലികൾ ശക്തമായ വേരോട്ടത്തോടെ അത് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ആരാണ് ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകര്, ആരാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയേറി. അപ്പോഴാണ് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി, അപഗ്രഥിക്കാൻ തുടങ്ങി, അവർ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക? KM മാണി പറഞ്ഞു, ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ, ക്രിസ്ത്യാനികളുടെ സംരക്ഷകര് ഞങ്ങളല്ലാതെ മറ്റൊരാൾക്കും അതിൽ പങ്കില്ല, ഞങ്ങളല്ലാതെ വേറെ ആരും അവരെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് KM മാണി ഒരു 19 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. KM ജോർജ് പറഞ്ഞു, അങ്ങനെ PT ചാക്കോ പറഞ്ഞു, അങ്ങനെ നിരവധിയായ കേരള കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. എന്താ ഈ സ്ഥിതി? ഒരു സ്ഥിതിയുമായില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറഞ്ഞു, ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അല്ലെ പാണക്കാട് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഇവരുടെയൊന്നും യഥാർത്ഥ കാര്യങ്ങളിലേക്ക് എത്താൻ ഈ കാലം അത്രയും ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിനായില്ല, കമ്മ്യൂണിസ്റ്റിനായില്ല, കേരള കോൺഗ്രസിനായിട്ടില്ല.
മുസ്ലിങ്ങൾക്ക് എന്താണ് ചെയ്തത്? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചൊരു ഗവൺമെന്റ് മുത്തലാഖ് നിരോധിച്ചു. എന്താണത് നിങ്ങൾക്കറിയാം. ഇന്നും നമ്മുടെ കേരളത്തില് ഒരു സ്ത്രീയെ ഫോണിലൂടെ മുത്തലാഖ് നടത്തിയതിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. മുത്തലാഖ് നിരോധിച്ചു. എന്നോട് എവിടെയെങ്കിലും ഇരുന്ന് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ആ സ്ത്രീ വിധവയാകുന്നു. എന്ത് നിയമമാണ് ഈ രാജ്യത്ത്? ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ഇത് നടക്കുമോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇവിടെ ശ്രീ PC ജോർജ് സൂചിപ്പിച്ചില്ലേ, ഈ രാജ്യത്തിന് ഒരു വലിയ ശക്തിയുണ്ട്.